വിശദമായ വാർത്തയിലേക്ക്. PFI SDPI വ്യാജ ഫണ്ടിംഗിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ED. നിയമവിരുദ്ധമായി വിദേശത്ത് ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന്റെ തെളിവുകൾ EDക്ക് ലഭിച്ചു. 2009 മെയ് മുതൽ 2022 മെയ് വരെ PFIയുടെ 29 അക്കൌണ്ടുകളിലേക്ക് 262 കോടിയിലധികം നിക്ഷേപിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കണക്കിൽപ്പെടാത്ത പണരസീതുകൾ PFIയുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനുമോദ്, കൂടുതൽ വിവരങ്ങളുമായി ED എത്തിയിരിക്കുന്നു. EDക്ക് മുന്നിലേക്ക് ബാങ്ക് അക്കൌണ്ടുകളുടെ അടക്കം വിവരങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, PFIയുടെ വിദേശത്ത് നടന്ന ഇടപാടുകളുടെ കുറെ കൂടി വിശദമായ വിവരങ്ങളാണ് ED ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2009 മെയ് മാസം മുതൽ 2022 മെയ് മാസം വരെയുള്ള കാലയളവിൽ 262 കോടി രൂപ 29 അക്കൗണ്ടുകളിലായിട്ട് അവർ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അതിനു പുറമെ 32 കോടിയിലേറെ രൂപ മറ്റ് പല വിധത്തിലും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ചാരിറ്റിയുടെ മറവിലാണെന്നും ED പറയുന്നു. അതായത് അവിടെ നിന്ന് ഏതെങ്കിലും വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ഇത് ചാരിറ്റി എന്ന തരത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഈ തുക പിന്നീട് PFIയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ ചാരിറ്റിയുടെ മറവിൽ അവിടെ വലിയ തോതിലുള്ള ഒരു ഫണ്ട് കൈമാറ്റം നടന്നതായിട്ടാണ് ED കണ്ടെത്തുന്നത്. ഇത് കൃത്യമായിട്ട് PFIയുടെ നിയന്ത്രിക്കാനുള്ള ആളുകൾ വിദേശത്തുണ്ടായിരുന്നു. അവർ മുഖേനയാണ് ഈ ഇടപാടുകൾ പൂർണ്ണമായും നടന്നിരുന്നത്. ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതായിട്ടുണ്ട്. ഇതിനു പുറമെ കണക്കിൽപ്പെടാത്ത ഒട്ടേറെ പണം രേഖകളല്ലാതെ, അതായത് ബാങ്ക് അക്കൗണ്ടിലല്ലാതെ ക്യാഷായിട്ടും ഇവർ കൈകാര്യം ചെയ്തതായിട്ടാണ് EDയുടെ കണ്ടെത്തൽ ഉള്ളത്. ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയും വ്യാജമായ തരത്തിലും കോടികളുടെ ഇടപാട് PFI നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ ലഭിച്ച ഡിജിറ്റൽ രേഖകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ED ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പുറമേക്ക് PFIയുടെ നിലപാട് ഉണ്ട്. ആ നിലപാടിനെ മറച്ചുവെച്ച് വിദേശ ഫണ്ട് പല തരത്തിലും ഉപയോഗിക്കുന്ന ശൈലിയാണ് PFI സ്വീകരിച്ചിരുന്നതെന്നാണ് ED ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള അക്കൗണ്ടുകൾ കൂടുതൽ വിശദമായി പരിശോധിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും PFIയും SDPIയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സംഘടനകളാണെന്നും അതുകൊണ്ട് തന്നെ SDPIയുടെ പ്രവർത്തനങ്ങൾ PFIയുടെ പിൻബലത്തോടെയാണെന്നും കൂടി ED നിരീക്ഷിക്കുന്നുണ്ട്. ശരി, 2009 മുതൽ 2022 വരെ പണം നിക്ഷേപിച്ചതിന്റെ വിവരങ്ങളാണ്, രേഖകളാണ് EDക്ക് ലഭിച്ചിരിക്കുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.